ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഡ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു കാറ്റഡ് വെരിഫിക്കേഷൻ എവിടെ വെച്ചാണ് നടക്കുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ്, അതുപോലെ തന്നെ കാറ്റഡ് വെരിഫിക്കേഷനെ കുറിച്ച് എങ്ങനെ അറിയാം, ഈ ഡീറ്റെയിൽസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാറ്റഡ് വെരിഫിക്കേഷൻ ആവശ്യമുള്ള ഡോക്യുമെൻസിനെ കുറിച്ചാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെരിഫിക്കേഷൻ ടൈമിൽ കൊണ്ടുപോകണം, ഓക്കെ, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം കഴിഞ്ഞ വീഡിയോയുടെ കൂടി നിങ്ങൾക്ക് ഐഡിയ കിട്ടി കാണും എപ്പോഴാണ്, എവിടെ വെച്ചാണ് നടക്കുന്നത്. എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ ഡി ഓഫീസിലാണ് നടക്കുന്നത്. ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണെങ്കിൽ മെയിനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം കാറ്ററ്റ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ക്വാളിഫിക്കേഷൻ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ +2 കഴിഞ്ഞു, SLC കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സ് ആണെങ്കിൽ അതിൻ്റേത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ക്വാളിഫിക്കേഷനാണോ നിങ്ങൾ ആ ടൈമിൽ കൊടുത്തത് അത് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, അതായത് SLC വരും, +2 വരും, ഡിഗ്രി ആണെങ്കിൽ അത് വരും, അതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ മാർക്ക്, സ്കോർ കാർഡ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുപോവുക. മീൻസ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, അത് കൂടാതെ വേണ്ട 2 സംഭവങ്ങളും കൂടിയുണ്ട്. ഒന്നാമത്തേതാണ് ഹോൾ ടിക്കറ്റ്. അതായത് നമ്മൾ എക്സാം എഴുതിയ ഹോൾ ടിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ വെരിഫിക്കേഷൻ വരെ ആവശ്യം വരും. അപ്പോൾ അത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ആദ്യം നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എല്ലാം, പ്ലസ് നമ്മളുടെ ഹോൾ ടിക്കറ്റ്. അത് കൂടാതെ നമ്മളിപ്പോൾ കേട്ടൻ്റെ റിസൾട്ട് വന്ന ആ മാർക്ക് ലിസ്റ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഓക്കെ, അതും ആവശ്യമാണ്. ഓക്കെ, പിന്നെ എന്താണ്, നിങ്ങളൊരു ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുള്ളത് നല്ലതായിരിക്കും. അപ്പോൾ അത് എടുത്തുകൊള്ളുക. പിന്നെ ഇത് കൂടാതെ നിങ്ങളിപ്പോൾ കാറ്റഗറി എന്താണ്, റിസർവേഷൻ കാറ്റഗറിയിലാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തതെങ്കിൽ ചിലപ്പോൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി നേറ്റിവിറ്റി, ഇതിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. ഓക്കെ, പുതിയ റൂളിൽ പറയുന്നുണ്ട് SLC ബുക്ക് ഉണ്ടെങ്കിൽ വേണ്ടെന്നൊക്കെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾ DE ഓഫീസിൽ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ബട്ട് എനിവേസ് ഇങ്ങനെ റിസർവ്ഡ് കാറ്റഗറിയിലാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തതെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ SLC ബുക്ക്. അപ്പോൾ അത് നിങ്ങൾ DE ഓഫീസിൽ ഫോൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒപ്പീനിയനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം ഇത് നിങ്ങളുടെ മൈൻഡിൽ വെച്ചുകൊള്ളുക. അപ്പോൾ ഇത്രയൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞു. അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ കാറ്ററ്റിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഹോൾ ടിക്കറ്റ്, പിന്നെ കാസ്റ്റിൻ്റേത് ആവശ്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് പറഞ്ഞു. ഇനി മെയിനായിട്ടുള്ള പോയിന്റിലേക്ക് വരാം. ഇത്രയും ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പിയാണ് നിങ്ങൾക്ക് ആവശ്യം. കോപ്പി അവിടെ സബ്മിറ്റ് ചെയ്യണം. ഒറിജിനലും വേണം, കോപ്പിയും വേണം. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം നിങ്ങളൊരു കോപ്പി എടുത്ത് വെച്ചോളുക. SLC, +2, ഓക്കെ, എല്ലാത്തിൻ്റെയും കോപ്പി, അതായത് ഹോൾ ടിക്കറ്റിൻ്റെ ഒക്കെ കോപ്പി എടുത്ത് വയ്ക്കുക. അത് അവിടെ ഒരു പിൻ ചെയ്ത് അവിടെ കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ നോർമലി കാറ്റഡ് വെരിഫിക്കേഷൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഫോം ഫില്ലപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് വെച്ച്, അത് സിമ്പിളാണ്, അത് ഇതിൽ ഡീറ്റെയിൽസ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല വെരിഫിക്കേഷന്, ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയാം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡോക്യുമെൻറ്റ്സ്, ഹോൾ ടിക്കറ്റ്, പിന്നെ കേട്ടൻ്റെ മാർക്ക് ലിസ്റ്റ്. ഓക്കെ, പിന്നെ റിസർവ്ഡ് ആണെങ്കിൽ അതിൻ്റെ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആവശ്യം വരാം. ഓക്കെ, അപ്പം പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കോപ്പി കൂടി. ഓക്കെ, അത് ഇപ്പോൾ ക്ലിയർ ആയി കാണും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഇത് കൂടാതെ ഇപ്പം നിങ്ങൾ 2 കാറ്റഗറി നിങ്ങൾ ക്വാളിഫൈ ചെയ്തെന്ന് വെച്ചു. ഇപ്പം കാറ്റഗറി ഹിന്ദി എടുക്കുകയാണെങ്കിൽ കാറ്റഗറി 3 ആൻഡ് കാറ്റഗറി 4 ഉണ്ട്. അങ്ങനെ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 2 സെറ്റ് കോപ്പികൾ നിങ്ങൾ എടുത്ത് വയ്ക്കുക. ഓക്കെ, അതായത് കാറ്റഗറി 3യുടെ വെരിഫിക്കേഷന് വേണ്ടി ഒരു സെറ്റ് കോപ്പീസ് വേണ്ടി വരും, 4ൻ്റെ വെരിഫിക്കേഷന് വേണ്ടി വേറൊരു സെറ്റ് കോപ്പീസ് കൂടി എടുത്ത് വയ്ക്കുക. അത് അത്യാവശ്യമാണ്. പിന്നെ വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ ഒറിജിനലും കോപ്പിയും കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടി കാണും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നമുക്ക് എന്താണ്, നമ്മുടെ നോർമലി ഇപ്പോൾ എല്ലാ വീഡിയോസ് 7 മണിക്കാണ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ 7 മണിക്ക് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ് അപ്ഡേറ്റ്. ഓക്കെ, ബൈ.